ഹായ്. നമ്മൾ എക്സലിൽ ഡോളർ സൈൻ ഉപയോഗിക്കാറുണ്ട്. എക്സലിൽ എന്തിനാണ് ഡോളർ സൈൻ ഉപയോഗിക്കുന്നത് എന്ന് അറിയാത്ത ചില ബിഗിന്നേഴ്സ് ഉണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതായത് ഡോളർ സൈൻ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ നമ്മൾ കാണിക്കുകയാണ്. ഇതിനു മുമ്പ് VLookup എന്ന് പറയുന്ന ഒരു ട്യൂട്ടോറിയൽ ഈ വീഡിയോയിൽ ഉണ്ട്. ഇവിടെ മേലെ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട്. അതേപോലെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ നോക്കിയാൽ VLookup ഉപയോഗിച്ചുകൊണ്ട്, അതായത് VLookup ഉപയോഗിക്കുമ്പോൾ ഡോളർ സൈൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മളൊരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമ്മൾ ഡോളർ സൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നില്ല നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ 1 മുതൽ 15 വരെ താഴോട്ടേക്കും 3, 4, 5 മുതൽ 12 വരെ വലത്തോട്ടേക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേണം. 1 × 3 വരണം, 2 × 3 6 ഇവിടെ വരണം, 3 × 3 ഇവിടെ ഇങ്ങനെ വരണം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണിത് ചെയ്യാം? പല വഴികളുണ്ട്, പക്ഷേ ഞാനിവിടെ ഉദാഹരണത്തിന് ഞാൻ നോക്കുകയാണ്. ഞാൻ 1 × 3 എന്ന ഇക്വേഷൻ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ആ 3നെ താഴോട്ടേക്ക് വലിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക. ഡോളർ സൈനൊന്നും ഞാൻ എവിടെയും കൊടുത്തിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ വലിക്കുകയാണ്. തെറ്റാണ്, കാരണം റോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ, ഡോളർ സൈൻ നമ്മൾക്ക് ഇവിടെ എവിടെയില്ല. നിങ്ങളുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ F2 അടിക്കുകയാണ്, അല്ല കൺട്രോൾ ടൈൽഡ് അടിക്കുകയാണ്, കൺട്രോൾ ടൈൽഡ്. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ കാണിക്കും. ഇനി ഞാൻ താഴോട്ടേക്ക് ഓരോ കഴ്സർ കൊണ്ടുപോകുന്ന കണക്കായിട്ട് അതിൻ്റെ എവിടെയാണ് ഇക്വേഷൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് കണ്ടില്ലേ, കഴ്സർ അതിൻ്റെ കൂടെ തൊട്ട് മേലെ ഇങ്ങനെ വരികയാണ്. കാരണം ഞാൻ മേലെയാണ് ഇക്വേഷൻ കൊടുത്തത്. അതായത് ഞാനിവിടെ ഇക്വേഷൻ കൊടുത്തത് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സെല്ലും തൊട്ട് മേലെയുള്ള സെല്ലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്യാനാണ്. എക്സൽ എന്ത് ചെയ്യുന്നു, ഞാൻ കോപ്പി പേസ്റ്റ് താഴത്തേക്ക് ചെയ്യുമ്പോൾ എക്സൽ അതേപോലെ ഇടത്ത് ഭാഗത്തുള്ളതും തൊട്ട് മേലെയുള്ളതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ അങ്ങനെ തന്നെ തൊട്ട് മേലെയുള്ളത് മൾട്ടിപ്ലൈ ചെയ്തിട്ടു. അങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ വന്നു. അത് നമുക്ക് ഇക്വേഷൻ കണ്ടറിയാം. കൺട്രോൾ ടൈലിൽ അടിച്ചാലാണ് ഈ ഇക്വേഷൻ കാണിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, കൺട്രോൾ ടൈൽഡ് വീണ്ടും അടിക്കണം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഞാൻ ഇക്വേഷൻ കൊടുക്കുകയാണ്. എറർ ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ല, പിന്നെ കറക്റ്റ് ചെയ്യാം. ഇവിടെ 1 × ഇവിടെ 4 ആണ് ഇക്വേഷൻ കൊടുത്തത്. എന്നെ അത് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എററാണ് അവിടെയും വരുന്നത്. അതായത് ഇവിടെ 2 × 4 8 വരും. അതായത് തൊട്ട് ലെഫ്റ്റല്ല, ഈ എ കോളവും ലെഫ്റ്റ് സെയിം എ കോളവും തൊട്ട് മേലെയുള്ള കോളം സെല്ലും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനി ഞാനിത് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഇതിനേക്കാൾ അബദ്ധമായിട്ടാണ് വരിക. ഞാൻ ഫോർ എക്സാമ്പിൾ F2 അടിച്ചു നോക്കാം. ഇവിടെ F2 അടിക്കുമ്പം ഇതുണ്ടല്ലേ, ഈ 3ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. B3, അതായത് B3 അത് ടോട്ടൽ എററാണ്. നമ്മളെന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇവിടെ ഡോളർ സൈൻ്റെ യൂസേജ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മേലെ ഉള്ളത് എന്താണ്, എപ്പോഴും ഈ റോയിൽ തന്നെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്. ഈ റോ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കോളം ഓരോന്നായിട്ട് മാറണം അല്ലേ. ഈ സെല്ലിനെ ഞാൻ ഇവിടത്തേക്ക് കോപ്പി ചെയ്യുമ്പം റോ ഒക്കെ കറക്റ്റാണ്. അതായത് മൂന്നാമത്തെ റോ തന്നെയാണ് ഈ മൂന്നാമത്തെ റോ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതേസമയം ഇവിടെ റോ മാറണം, താഴോട്ടേക്ക് റോ മാറണം. അതേസമയം സെല്ല്, അതായത് എ എന്ന് പറയുന്ന കോളം B ആകാൻ പാടില്ല. അപ്പം നമ്മളിവിടെ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ F2 അടിച്ച് ഇവിടെ എ എന്ന് പറയുന്ന അനങ്ങരുത്. അതായത് എ പെർമനൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്. എൻ്റെ മുന്നിൽ ഒരു ഡോളർ സൈൻ ഇട്ടു. തൊട്ടിപ്പുറത്ത് B എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതേസമയം B2 എന്ന് പറയുന്ന കോളം സെല്ല് 2 എന്ന് പറയുന്ന റോ അത് പെർമനൻ്റ് ആയിരിക്കണം. അത് കൊടുത്തു. ഇനി ഞാൻ വലിക്കുകയാണ് താഴോട്ടേക്ക്. ഇപ്പോൾ ഇക്വേഷൻ കറക്റ്റാണ്. 10 × 3 30, അത് ഇക്വേഷൻ കറക്റ്റാണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മളിങ്ങ് വലത്തോട്ടേക്ക് വലിച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇത് കറക്റ്റാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുകളിൽ അത് തന്നെ വന്നത്. ഇനി നമ്മൾ ഇവിടത്തും വരെ സെലക്ട് ചെയ്ത്, അതായത് ഇവിടത്തും വരെ സെലക്ട് ചെയ്ത് താഴോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഉദാഹരണത്തിന് 6 × 5 AR 30, 5 × 6 30, 10 × 10 100 ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഇനി കൺട്രോൾ ടൈലിൽ അടിച്ച് നോക്കാം. കണ്ടില്ലേ, ഡോളർ സൈൻ ഇട്ട് എല്ലാ സ്ഥലത്തും ആവശ്യമായ സ്ഥലത്ത് ഡോളർ സൈൻ ഇട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഡോളർ സൈൻ ഇട്ടിട്ടില്ലെങ്കിൽ
ഭീമമായ അബദ്ധങ്ങൾ സംഭവിക്കാം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ. കാരണം എക്സൽ എപ്പോഴും അതിൻ്റെ ഒരു റിലേറ്റീവ് റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ A1+B1 ആണ് കോപ്പി ചെയ്തതെങ്കിൽ A1+B1 കോപ്പി ചെയ്തിട്ട് C1 ഇടുന്നതാണെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വലിക്കുമ്പം എക്സൽ സ്വാഭാവികമായിട്ടും സിയിലേക്ക് കോപ്പി ചെയ്യുമ്പം അത് A2+B2 ആക്കും. C3യിലേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ അത് A3+C3. അത് റിലേറ്റീവായിട്ട് അതിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. നമുക്ക് A1ഉം B1ഉം പെർമനൻ്റ് ആയിട്ട് തന്നെ വെക്കണം എങ്കിൽ നമ്മളെന്തായാലും ഡോളർ സൈൻ ഉപയോഗിക്കണം. അതേപോലെ നമുക്ക് തൊട്ടടുത്ത കോളത്തിൽ ഞാനൊരു ചെറിയ കോഡ് ഫ്രൂട്ട് അത് ബിറ്റ് എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ലുക്കപ്പിലൂടെ നമ്മൾ ലുക്കപ്പിൻ്റെ വീഡിയോ വേറെ ഉണ്ട്, കാണുക നിങ്ങൾ. 456 എന്ന് പറയുന്ന കോഡ് അടിക്കുമ്പോൾ എനിക്ക് ഇവിടെ 456 ലെമൺ ഇവിടെ വരണം. ഇവിടെ സെയിൽ ഫിഗർ വേണം. തൽക്കാലം ഇപ്പം നമ്മൾ ലെമൺ വരുത്തിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ടൈപ്പ് ചെയ്യാതെ ഫങ്ഷൻസ് സെർച്ച് ചെയ്ത് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. VLookup ഫങ്ഷൻ എടുത്തു. എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? ലുക്കപ്പ് ആരെ. ലുക്കപ്പ് വാല്യൂ ഇതാണ്. ലുക്കപ്പ് ആരെ എന്താണ്? ഞാൻ ഇത് മൊത്തത്തിൽ അങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ എവിടെയും ഞാൻ ഡോളർ സൈൻ ഇട്ടിട്ടില്ല, കരുതി കൂട്ടി ഒഴിവാക്കാണ്. ഇനി രണ്ടാമത്തെ കോളാണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. ഇവിടെ ലുക്കപ്പ് 0 കൊടുക്കണം. ഫാൾസ് ലെമൺ കംപ്ലീറ്റ്, അതായത് എക്സാക്റ്റ് റെഫറൻസ് എക്സാക്റ്റ് വേണം. ഓക്കെ, ഇനി കൺട്രോൾ ടൈലിൽ അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. കൺട്രോൾ ടൈലിൽ മാറ്റി താഴോട്ടേക്ക് വലിച്ചു. എറർ വരും കാരണം ഇവിടെ കോഡില്ല. ഞാനിവിടെ 234 അടിച്ചു, കറക്റ്റ് വന്നിട്ടുണ്ട്. 103 അടിച്ചു, തെറ്റ് വന്നിട്ടുണ്ട്. 345 അടിച്ചു, അതും കറക്റ്റ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ തുടങ്ങിയത് 456 അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നല്ല നമുക്കിവിടെ നോക്കാം. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് 1, 2, 3 എന്നുള്ളത് എറർ വന്നത്? 103 എന്ന കോഡ് എറർ വന്നു. അതിൻ്റെ കാരണം ഞാനൊരു F2 അടിച്ച് കഴിഞ്ഞാൽ എവിടെയാണ് സെർച്ച് ചെയ്യുന്നതിലെ അതിൻ്റെ ഏരിയ കാണിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 234 മുതൽ ഈ ചിഹ്നമാണ് ഉണ്ടല്ലേ, ഇത്രയും ബ്ലോക്കാണ് അത് സെർച്ച് ചെയ്യുന്നത്. അതായത് ഇവിടെ എത്തുമ്പോൾ F2 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ കംപ്ലീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ കൺട്രോൾ ടൈലിൽ അടിച്ച് നോക്കാം. സോറി, ഈ 3 ഇത് കാണിക്കുന്നുണ്ടല്ലോ, 4 അറ്റത്തും ഡോട്ട്സ് ഇട്ട് കാണിക്കുന്നത് ശ്രദ്ധിക്കുക. തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ റിലേറ്റീവ് റെഫറൻസ് വെച്ച് താഴോട്ടേക്ക് പോയി, കണ്ടില്ലേ? ഇവിടെ എത്തുമ്പോൾ 345 പോയിട്ട് 234 പോലും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എററാണ് കയറുക. കൺട്രോൾ ടൈലിൽ അടിച്ച് നോക്കാം. ഇവിടെ 234 കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വീണ്ടും 234 കൊടുത്ത എററാണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അതായത് ഒന്നുകൂടെ നോക്കാം. നമ്മൾ ഡോളർ സൈൻ ഇടാത്തപ്പോൾ താഴോട്ടേക്ക് വലിക്കുമ്പോൾ അത് അതേപോലെ ബ്ലോക്ക് താഴോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോയി, കണ്ടില്ലേ? അതേസമയം നമ്മൾ കൺട്രോൾ ടൈലിൽ വീണ്ടും അടിക്കുന്നു. നമ്മളിവിടെ നമ്മൾക്ക് മൊത്തം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഇതുവരെ കംപ്ലീറ്റ്ലി പെർമനൻ്റ് ആക്കി വെക്കണം. അവിടെ നമ്മളിവിടെ വെച്ചിട്ട് എൻ്റെ മുന്നിലും 3ൻ്റെ മുന്നിലും സിൻ്റെ മുന്നിലും 11ൻ്റെ മുന്നിലും ഒരു ഡോളർ സൈൻ ഇടണം. അതിന് പകരം ഞാനിവിടെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു F4 അടിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നിൽ 2ൻ്റെ മുന്നിലും ഡോളർ വന്നു. ഇവിടെ വീണ്ടും ഒരു F4 അടിക്കുകയാണ്, വന്നു. ഇനി ശ്രദ്ധിക്കുക, ഇനി ഞാനിത് വലിക്കുന്നതോട് കൂടിയിട്ട് കറക്റ്റായിട്ട് ഇത് രണ്ടും കറക്റ്റായിട്ട് തന്നെ വരും, കണ്ടില്ലേ? ഇപ്പം ഡോളർ സൈൻ ഇട്ടു, അത് കറക്റ്റായി. കാരണം ഇനി നമ്മൾ കൺട്രോൾ ടൈലിലടിച്ച് നമ്മൾക്ക് ഇനി ഒന്ന് നോക്കി നോക്കാം. ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്, അതിലൊരു മാറ്റവും വരില്ല താഴോട്ടേക്ക് വരുമ്പം, കണ്ടില്ലേ? ഒരു മാറ്റമില്ല. അപ്പം ഇതാണ് ഡോളർ സൈൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പെർമനൻറ്റ് വെക്കണമെങ്കിൽ, അതായത് ഇപ്പം A1 എന്ന് പറയുന്ന കോളം പെർമനൻറ്റ് നിൽക്കണമെങ്കിൽ എൻ്റെ മുന്നിലും 1ൻ്റെ മുന്നിലും ഡോളർ സൈൻ ഇടണം. അതേസമയം A മാത്രം പെർമനൻറ്റ് മതി. 1, 2, 3 താഴത്തേക്കുള്ളത് വേണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ മാത്രം ഇട്ടാൽ മതി. ഇനി 1, 2, 3 പെർമനൻ്റ് ആകണം. 1 എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, A മാറിക്കോട്ടെ എങ്കിൽ 1ൻ്റെ മുന്നിലിടണം. അത് ഏതാണോ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതിനൊക്കെയായിട്ട് ഡോളർ സൈൻ ഇട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ നോക്കുന്ന വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.